കോഴിക്കോട് ഓമശ്ശേരി വനിതാ ഹോട്ടലിൽ മോഷണം. ഓമശ്ശേരി സ്വദേശി സാജിദയുടെ ഉടമസ്ഥതയിലുള്ള വനിതാ ഹോട്ടലിലാണ് മോഷണം നടന്നത്. മോഷ്ടാവ് CCTVയിൽ കുടുങ്ങി. ഇന്ന് പുലർച്ചെ നടന്ന മോഷണത്തിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബെൻസൺ ബാബു നൽകും വിവരങ്ങൾ. ബെൻസൺ, മുഖം മറച്ചാണ് ദൃശ്യങ്ങളിൽ മോഷ്ടാവ് ഉള്ളതെങ്കിലും എന്തെങ്കിലും സൂചന കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അന്വേഷണം ഊർജിതമാകും. എന്താണ് വിവരങ്ങൾ നൽകാനുള്ളത്? അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഓമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ ഹോട്ടലിൽ ഇത്തരത്തിൽ മോഷണം നടക്കുന്നത്. ഈ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖം മറച്ചിട്ടാണ് മോഷ്ടാവ് ഈ മോഷണം നടത്തുന്നത്. പക്ഷേ ഈ മോഷ്ടാവ് ആരെന്നതിനെ പറ്റി ഒരു വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 25,000 രൂപയ്ക്ക് മുകളിൽ ഈ മോഷ്ടാവ് ഈ ഹോട്ടലിൽ നിന്നും മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹോട്ടൽ ഉടമകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം, ആ ടേബിളിൽ മറ്റ് വിദേശ രാജ്യത്തെ നോട്ടുകൾ ഉൾപ്പെടെ ആ ടേബിളിലുണ്ട്. അതെല്ലാം തന്നെ ഈ മോഷ്ടാവ് കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ ഹോട്ടൽ ഉടമ പറയുന്നത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഷ്ടാവിനെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശരി, ബെൻസൺ ബാബുവാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.